ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ് ശ്രീ രാധേ രാധേ. ദിവസം 20 ഇന്ന്. ശ്രീമദ് ദേവി ഭാഗവതം ശുഖവൈരാഗ്യാണ് പറയണത് കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ കേട്ടത് എന്തായിരുന്നു? വ്യാസൻ ശുഗനോടൊരു കല്യാണമൊക്കെ കഴിക്കണം, അതാണ് നല്ലത്. പുത്ത് എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ പുത്രന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് പുത്രോത്പത്തിയൊക്കെ നടത്തി ഗൃഹസ്ഥനായിട്ട് താമസിച്ച് കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് വൈരാഗ്യമായിട്ട് മാറിയിട്ട് പിന്നെ വേണമെങ്കിൽ സന്യാസം, ഗൃഹസ്ഥാശ്രമം വെടിഞ്ഞ് സന്യാസത്തിലേക്കൊക്കെ പൊക്കോളൂ എന്നൊക്കെയാണ് അച്ഛനായിട്ടുള്ള വേദവ്യാസൻ ശുഗനെ ഉപദേശിച്ചു കൊടുക്കുന്നത്. എന്താണെങ്കിലും ശുഗൻ എങ്ങനെയാണ് വൈരാഗ്യം വന്നേന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ശ്രീശുഗൻ ഇത്രയൊക്കെ അച്ഛൻ പറയണ കേട്ടപ്പോൾ ശ്രീശുഗൻ പറയാണ്, പിതാവേ, ഞാൻ ദുഃഖമയമായ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കില്ല. കിളികളെ പിടിക്കാനായിട്ട് വേടൻ നീട്ടിയെറിയുന്ന വലയെന്ന പോലെയാണ് ഈ മനുഷ്യന്മാര് ഈ ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ട്, ധനം സമ്പാദിക്കണം, വീട്ടിലെ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കണം എന്ന് വേണ്ട പല പല പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ് ശ്രീശുഗൻ. ഇപ്പൊ നമ്മൾ തപസ്യയെ കണ്ടാൽ പോലും നമ്മുടെ ഇന്ദ്രന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ദ്രനെ എപ്പോഴും അസൂയാണ്. ആരെങ്കിലും തപസ്യനെ കണ്ടു കഴിഞ്ഞാൽ എന്നെക്കാളും വലുതാവോ എന്നുള്ള ചിന്ത. അപ്പൊ തന്നെ ഇന്ദ്രൻ പോയിട്ട് ഈ തപസ് എങ്ങനെയാണ് മുടക്കാന്നുള്ളതിന്റെ ഉപാധി ആളുകളോട് ചോദിച്ചുകൊണ്ട് തുടങ്ങും. അതുപോലെ തന്നെ ലോകസുന്ദരിയാണ് ലക്ഷ്മി ദേവി. ഈ ലക്ഷ്മി ദേവിയെ കിട്ടിയിട്ട് മഹാവിഷ്ണു സന്തോഷിക്കേണ്ടെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഇല്ല, അദ്ദേഹത്തിന് തീരെ സന്തോഷമൊന്നുമില്ല. എപ്പോഴും ഈ ദൈത്യന്മാരോട് പോരാടണം എന്നുള്ളതാണ് ഭഗവാന് സമാധാനം ഇല്ലാത്തതിന്റെ കാരണം. ഇനിയിപ്പോ ശങ്കരന്റെ കാര്യം ഒന്ന് നോക്കിയേ. ശങ്കരൻ ഇതൊന്നും വിഭിന്നമായിട്ടുള്ള കാര്യമില്ല. അദ്ദേഹം ഇതുപോലെ തന്നെയാണ്. തപസ് ചെയ്യുന്നു, അസുരന്മാരോട് യുദ്ധം ചെയ്യുന്നു, എന്നിട്ട് സുഖം ഉണ്ടായിട്ടുണ്ടോ? സുഖമില്ല. വിഷയാസക്തനായ ധനവാൻ ഒരിക്കലും സുഖിക്കണില്ല. ധനം ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പറയാൻ വേണ്ട. അങ്ങയുടെ പുത്രനായ എന്നെ അറിഞ്ഞുകൊണ്ട് സംസാരം എന്ന ഘോര കാരണത്തിലേക്ക് പറഞ്ഞയക്കാൻ എന്താണ് ഇത്ര തിടുക്കം കാണിക്കുന്നത് പിതാവേ? ദുഃഖം പല വിധത്തിലാണുള്ളത്. ജന്മദുഃഖം, ജരാദുഃഖം, മരണദുഃഖം, ഗർഭപാത്രത്തിൽ കിടക്കുന്നതിൻ്റെ ദുഃഖം മാത്രമല്ല, കാമലോഭാദികൾ കൊണ്ടുള്ള ദുഃഖങ്ങള്, യാചിക്കേണ്ടി വരുമ്പോഴുള്ള അഭിമാനിയുടെ ദുഃഖങ്ങള്, മനുഷ്യർ അനുഭവിക്കുന്ന പല പല ദുഃഖങ്ങളാണുള്ളത്. അന്യരുടെ ധനത്തിലുള്ള ആശയാണ് ഏറ്റവും വലിയ ദുഃഖമെന്നും പറയുന്നുണ്ട്. ഈ ബ്രാഹ്മണന്മാരൊക്കെ ബുദ്ധിബലത്താലല്ല പിതാവെ ജീവിക്കുന്നത്, മറ്റുള്ളവരിൽ നിന്ന് ദക്ഷിണ വാങ്ങിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ വേദശാസ്ത്രാദികൾ പഠിച്ചവർ പോലും സമ്പത്തുള്ളവനെ സ്തുതിക്കാൻ നിർബന്ധിതനാവുകയല്ലേ ചെയ്യണത് എന്നൊക്കെയുള്ള പേടിയും എന്നൊക്കെയുള്ള തോന്നലും ഒക്കെ വരികയാണ് നമ്മുടെ ശുഗന്റെ ഉള്ളിൽ. എന്നാൽ ഒറ്റത്തടിയാണെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട, ആരുടെ മുന്നിൽ കൈനീട്ടേണ്ട, സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു പോകാം. ഭാര്യാപുത്രാദികളെ പോറ്റി വളർത്തുന്നതിൽ സുഖം എവിടെയാണുള്ളത്? എനിക്കാണെങ്കിൽ കല്യാണം ഒന്നും കഴിക്കേണ്ട, പകരം ജ്ഞാനശാസ്ത്രവും യോഗവും ഒക്കെ പഠിച്ചാൽ മതി എന്ന് പറയാണ്. കർമ്മകാണ്ഡത്തിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ പ്രാരബ്ധം, സഞ്ചിതം, വർത്തമാനം എന്നീ 3 കർമ്മങ്ങളും വേരോടെ ഇല്ലാതാക്കാൻ വേണ്ട മാർഗം അങ്ങ് എനിക്കൊന്ന് ഉപദേശിച്ചു തരണം എന്ന് പറയാണ്. എനിക്ക് തോന്നുന്നു ശ്രീശുഗന് നല്ല പേടിയാണ് വിവാഹം കഴിച്ചിട്ടുള്ള ജീവിതം, ഗൃഹസ്ഥാശ്രമിയായിട്ടിരിക്കുന്ന ജീവിതത്തെ ആ കർമ്മബന്ധങ്ങളിൽ പെട്ടുഴലാനുള്ള ഭയമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ശ്രീശുഗൻ. എല്ലാം ഒന്നും ഞാനിവിടെ പറയണില്ല, വളരെ ചുരുക്കിയാണ് പറയണത്. അപ്പൊ നമ്മുടെ സൂതമുനി ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കാണല്ലോ നൈമിഷാരണ്യത്തിൽ വെച്ച് മറ്റുള്ള മുനിമാർക്ക്. അപ്പൊ അവരോട് തുടർന്ന് സൂതമുനി പറയാണ്, ശുഗന്റെ ഇങ്ങനെയുള്ള വാദമുഖങ്ങൾ കേട്ടിട്ട് വ്യാസൻ ആകെ ചിന്താകുലനായിട്ട് പോയി. ദുഃഖത്താലെ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു അത്രേ. ദേഹമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. ഇത് കണ്ട് അത്ഭുത സ്തബ്ധനായിട്ട് ശുഗൻ ചോദിച്ചു, വേദാന്ത വിജ്ഞാനം നിറഞ്ഞ എത്രയെത്ര കൃതികൾ അങ്ങ് രചിച്ചതാണ്. അങ്ങനെയുള്ള മഹാവിദ്വാന് പോലും മോഹമേകുന്ന മായാശക്തി അപാരം തന്നെയാണല്ലോ. വ്യാസനെ പോലും നിയന്ത്രിക്കുന്ന ആ മായ എന്താണെന്ന് ഞാൻ വിസ്മരിച്ചു പോകുന്നു. വേദങ്ങളെ വ്യസിച്ചും പുരാണങ്ങളെ അനവധി രചിച്ചും ലോകത്തിന് മാർഗദർശനം നടത്തിയ വ്യാസനിത മായയിൽ പെട്ടുഴലുന്നു. ബ്രഹ്മാദികളെ പോലും മോഹിപ്പിക്കുന്ന മായയുടെ പിടിയിൽ പെടാത്തവരായി 3 ലോകത്തും ആരും തന്നെയില്ല. ത്രിമൂർത്തികളുടെ കാര്യവും വ്യത്യസ്തമൊന്നുമല്ല. വ്യാസമുനി പോലും കണ്ണീർ വാർക്കുവാൻ ഇടയാക്കിയ ആ മായാദേവിയുടെ ശക്തി ഒന്ന് ഓർത്തു നോക്കൂ. അത് അപാരം തന്നെയല്ലേ എന്നൊക്കെ സുധമുനി പറഞ്ഞു കൊടുക്കുകയാണ് ബാക്കി മുനിമാർക്ക്. ബ്രഹ്മാദി ദേവർക്കെല്ലാം സമാരാധ്യയായ ദേവിയെ സർവാത്മന നമിച്ചുകൊണ്ട് ശുഗൻ തൻ്റെ അച്ഛനോട് ശുഭവാക്യങ്ങൾ പറഞ്ഞു അത്രേ. സകലർക്കും ജ്ഞാനമേകുന്ന അവിടുന്ന് പാമരനെ പോലെ വിലപിക്കാൻ കാരണം എന്താണ് പിതാവേ?
ഈ ജന്മത്തിൽ ഞാൻ അങ്ങയുടെ മകനാണ്. എന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു? അങ്ങ് ആരായിരുന്നു? എന്നിട്ടും അങ്ങയിലെ ഭ്രമം ഒഴിയുന്നില്ലല്ലോ. ഇതെല്ലാം വെറും മോഹജാലം മാത്രമാണെന്നറിഞ്ഞ് ധൈര്യവാനായാലും പിതാവേ. വിശപ്പും ദാഹവും തീരാൻ പുത്രദർശനം പോരാ, അതിന് ആഹാരം കഴിക്കുക തന്നെ വേണം. ഘ്രാണസുഖം കിട്ടണമെങ്കിൽ സുഗന്ധാണ് വസിക്കുന്നത്. പുത്രനിൽ നിന്നും അങ്ങേക്ക് എന്താണ് കിട്ടേണ്ടത്? അപാര ബുദ്ധിമാനും സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഉത്സുകനുമായ മകനോട് വ്യാസൻ ഇങ്ങനെ പറഞ്ഞുത്രേ: മകനെ, നീ ഭാഗവതം പഠിക്കൂ. ഇത് വേദതുല്യാണ്. വേദങ്ങളെ പോലെ അതിവിപുലമല്ലാതെയാണ് അത് രചിച്ചിട്ടുള്ളത്. 12 സ്കന്ധങ്ങളുള്ള ഈ കൃതി മറ്റു പുരാണങ്ങളെക്കാൾ ശ്രേഷ്ഠവുമാണ്. കേൾക്കുന്നവർക്ക് വിജ്ഞാനമേകുന്ന ഭാഗവതം നീ പഠിക്കുക. ആലിലമേൽ ഒരു ശിശുവായി കിടക്കുന്ന വിഷ്ണു ഭഗവാൻ ആത്മാവായ ആരാണ് എന്നെ സൃഷ്ടിച്ചത്? എന്തിനാണ്, എന്തുകൊണ്ടാണ് ഈ സൃഷ്ടി ഉണ്ടായത് എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുകയായിരുന്നു. ഒരു ശ്ലോകാർത്ഥം അശരീരിയായി കേട്ടു അത്രേ: ഞാൻ തന്നെയാണ് സർവവും, ശാശ്വതമായ മറ്റൊന്നുമില്ല. അപൂർവമായ ഈ സത്യവാക്ക് പറഞ്ഞത് ആരാണ് എന്നാണ് ശ്രീഹരിയുടെ ചിന്ത. ആണോ പെണ്ണോ നപുംസകമോ എന്നിങ്ങനെ പലതും ആലോചിച്ചിരിക്കവേ പെട്ടെന്ന് മനസ്സിൽ ഭഗവത് സ്മൃതിയുണ്ടായി പോലും. തൻ്റെ ചെവിയിൽ പതിഞ്ഞ ശ്ലോകം മനസ്സിൽ വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ടിരുന്നു. വടപത്രത്തിൽ ശയിക്കുന്ന വിഷ്ണുവിൻ്റെ മനസ്സ് ഏകാഗ്രമായിട്ട് മാറുകയാണ്. അപ്പോൾ 4 കൈകളിൽ ചങ്ക് ചക്ര ഗദ പങ്കജധാരിണിയായ അപാര തേജസ് എഴുന്നതും പുഞ്ചിരി പൊഴിക്കുന്നതുമായ മുഖത്തോടെ തൻ്റെ ഉത്തമ വിഭൂതികളാകുന്ന തോഴികളാൽ പരിസേവിതയായി ദേവി ഭഗവാന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാ പറയണത്. രതി, ഭൂതി, ബുദ്ധി, മതി, കീർത്തി, സ്മൃതി, ധൃതി, ശ്രദ്ധ, മേധ, സ്വാഹ, ക്ഷുധ, നിദ്ര, ദയ, ഗതി, തുഷ്ടി, പുഷ്ടി, ക്ഷമ, ലജ്ജ, ജൃംഭ, തന്ത്ര മുതലായ സർവാഭരണ ഭൂഷിതകളും ആയുധധാരികളുമായ ശക്തികൾ ദേവിക്ക് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. എവിടെ നിന്നാണ് ഈ സ്ത്രീരത്നങ്ങൾ ഉണ്ടായത്? ഞാൻ ഇങ്ങനെ ആലിലയിൽ കിടക്കാൻ കാരണം എന്താണ് എന്ന് എല്ലാവരെയും കണ്ടപ്പോൾ വിഷ്ണുവിൽ വിസ്മയമേറി എന്നാണ് പറയുന്നത്. ഈ ഘോരസാഗരത്തിൽ ഒരു പേരാൽ മരം എങ്ങനെയാണ് ഉണ്ടായത്? ആരാണ് എന്നെ ഈ ആലിലയിൽ ഒരു ചെറു ബാലനാക്കി വെച്ചത്? ഈ ദേവി എൻ്റെ അമ്മയായിരിക്കുമോ? സങ്കല്പ സീമകൾക്കെല്ലാം അപ്പുറമുള്ള മറ്റു മായകൾ എന്തെങ്കിലും ആണോ ഇത്? എങ്ങോട്ടെങ്കിലും പോയാലോ? അല്ലെങ്കിൽ എന്താണ് ഞാൻ പറയേണ്ടത്? വേണ്ട, വെറുതെ മിണ്ടാതെ ഒരു ശിശുവിനെ പോലെ തന്നെ ഇവിടെ കിടക്കാം എന്ന് ശ്രീഹരി ചിന്തിക്കുകയാണ്. അപ്പോൾ ആ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തതാണ് പുരാണോപദേശം വരുന്നത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.